വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറഞ്ഞതാ. ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു തആല അൻഹു അന്നത്തെ 23 വയസ്സുള്ള യോദ്ധാവ്. എത്ര വയസ്സ്? 23 വയസ്സ്. ഒരു പതാക ബഹുമാനപ്പെട്ടവരുടെ കയ്യിലാണ്. പുലിയലിയാർ തങ്ങൾക്കെന്ന് പറഞ്ഞ് ബദറിലേക്ക് പുറപ്പെടുമ്പോ ആ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു വഴി വന്ന പരിശുദ്ധമായ തൗഹീദിന്റെ വഴി, ഏത് പരിശുദ്ധ കലിമത്ത് തൗഹീദിന് വേണ്ടി മഹാന്മാരായ ബദരീങ്ങൾ അടരാടിയോ, ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ, കാലിൽ ചെരുപ്പില്ലാതെ പ്രയാസപ്പെട്ടോ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങോട്ട് പോകാൻ പറഞ്ഞാലും ഞങ്ങൾ അങ്ങോട്ട് പോകാൻ റെഡിയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടലിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ അതിനും ഞങ്ങൾ റെഡിയാണ്. ഹബീബെ അവിടുന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാ ബദരീങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അവർക്കുണ്ടായിരുന്ന ഉറപ്പതാ. മാകാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. അങ്ങ് അവരിൽ ഉണ്ടെങ്കിൽ, മുഹമ്മദുർ റസൂലുള്ളാഹി ഉണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശിക്ഷിക്കൂല. ഞങ്ങൾക്ക് വാള് വേണ്ട, പരിചയ വേണ്ട, ഒട്ടകം വേണ്ട, കുതിര വേണ്ട, ഭക്ഷണം വേണ്ട, പടവാള് വേണ്ട, ഞങ്ങളുടെ കൂടെ ആളുകളും പരിവാരങ്ങളൊന്നും വേണ്ട. മുഹമ്മദുർ റസൂലുള്ളാഹി ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തി പരിശുദ്ധ കലിമത്ത് തൗഹീദിന്റെ ഏത് കലിമയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. ആ കലിമ ഞങ്ങളുടെ കൂടെ നടന്നു വരികയാണ്. ആ കലിമ ഞങ്ങളുടെ കൂടെ വിശ്രമിക്കുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആ കലിമ ഞങ്ങളോട് ഉണർത്തുകയാണ്. ആ കലിമ ഞങ്ങളോട് വരാൻ പറയാം. ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള മഹാന്മാരായ സഹാബത്തിന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷം ഉറപ്പിച്ചു കൊടുത്തത് ഈ കലിമ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് ഉറപ്പിച്ചു തരട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്ത്, ഏറ്റവും നല്ല നിമിഷം അള്ളാഹുവിനെ കണ്ടുകൊണ്ട്, അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ട് അവസാന ശ്വാസം മുഹമ്മദ് റസൂലുള്ളാഹി ആ വലിച്ചു വിടുന്ന സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ശ്വാസത്തിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ദുനിയാവിൽ നിന്ന് പോകാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ഖുതുബുസ്സമാൻ മഹാനവറുകൾ ലോകത്തോട് വിട പറയുമ്പോ ചെവിന്റെ അടുത്ത് പോയി കേൾക്കുന്ന ആള് കേട്ടത് ആ മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ രാഗം ഇങ്ങനെ സമാധാനത്തോടുകൂടെ ഇങ്ങനെ ചൊല്ലി ചൊല്ലി ദുനിയാവെന്ന് പോകുന്നതാ. നാം ആഗ്രഹിക്കുന്നത് അതാ. അതിനുവേണ്ടിയാണ് ഈ ബദരീങ്ങൾ ഓർക്കുന്നതും അവരുടെ ആ മഹാന്മാരെ നമ്മൾ തവസ്സുലാക്കുന്നതൊക്കെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ വസീല കൊണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാന്മാരുടെ ഹക്ക് കൊണ്ട് നമ്മളുടെ ഹൃദയത്തിൽ തൗഹീദിന്റെ പ്രകാശം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതൊന്ന് ഉറപ്പിച്ചു തരുമാറാവട്ടെ. പ്രായപൂർത്തിയായത് മുതൽ 14-ാമത്തെ വയസ്സ് മുതൽ ഈ സംസാരിക്കുന്നത് വരെ എന്ന് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ പറഞ്ഞ ഒരു സമയം വളാഞ്ചേരിയിൽ നിന്ന് നമ്മൾ കേട്ടു. ഒരു ശ്വാസം പോലും എന്റേത് വെറുതെ ആയിട്ടില്ല. അതേ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ബഹുമാനപ്പെട്ടവർ പ്രയാസപ്പെട്ട് നേടിയെടുത്തത് വരുന്ന ആളുകൾക്കൊക്കെ നൽകി അനുഗ്രഹിച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവർ പോയത്. ബദരീങ്ങൾ ബദറിലേക്ക് പുറപ്പെടുമ്പോൾ അവരുടെ ശ്വാസത്തിൽ ചലിച്ചുകൊണ്ടിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ബദരീങ്ങൾ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോ ഹൃദയത്തിൽ മിടിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ബദരീങ്ങൾ ബദറിന്റെ പോർക്കളത്തിലേക്ക് പോകുമ്പോൾ അവരുടെ കണ്ണുകളിൽ കണ്ടിരുന്ന പരിശുദ്ധ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ബദരീങ്ങൾ ബദറിന്റെ രണാങ്കണത്തിൽ അടരാടുമ്പോ അവരുടെ റൂഹുകളിൽ മിടിച്ചു നിരുന്നിരുന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അത് അതേ രൂപത്തിൽ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഹസൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, മുഹമ്മദ് ബാഖർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, മൂസൽ കാദിം റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അലി റിളാ റളിയല്ലാഹു അൻഹു, അങ്ങനെ വന്ന് മഹാന്മാരായ ഔലിയാക്കളിലൂടെ 37 മഹാന്മാരിലൂടെ ഒരു കലർപ്പുമില്ലാതെ നേടിയെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ വന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. ഈ ബദരീങ്ങളുടെ ഇന്നത്തെ ഈ മജ്ലിസോടുകൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. അവരുടെ ശ്വാസങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഹമ്മദ് റസൂലുള്ളാഹി നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കൽബുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഹമ്മദ് റസൂലുള്ളാഹി നിറച്ചു കൊടുക്കട്ടെ. അവർക്കും നമുക്കൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ശ്വാസം പോലും വെറുതെ ആവാതെ കലിമയിലായി ജീവിക്കാനുള്ള അവസരം നൽകുമാറാവട്ടെ.
അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ബദരീങ്ങളെ സഹായിച്ചതിനെ കുറിച്ച് നസറക്കുമുല്ലാഹു ബി ബദരീൻ, അതും ഖിയാമത്ത് നാൾ വരെയുള്ളതാണ് ഖുർആനിലെ ആയത്തുകളൊക്കെ. വലഖദ് നസറക്കുമുല്ലാഹു, നിങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സഹായിച്ചു, ബി ബദരീൻ, ബദറില്, വഅൻതും അദില്ല, നിങ്ങള് ആയുധങ്ങളോ അല്ലെങ്കിൽ ശക്തിയോ ഒന്നും, നിങ്ങളുടെ എണ്ണം വണ്ണൊന്നും ഇല്ലാത്ത സമയത്ത്. അവിടെ മഹാന്മാര്, തസൗഫിന്റെ ഔലിയാക്കന്മാരായ മഹാന്മാര്, മുഫസ്സിരീങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, എപ്പോഴും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സഹായം കൊടുക്കുക ദില്ലത്തുണ്ടെങ്കിലാ. വല്ലാതെ അള്ളാഹുവിന്റെ മുമ്പില് കീഴ്വണങ്ങുന്ന സമയത്ത് തവാളു ഉണ്ടെങ്കിൽ, മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ്, ആരാണ് അള്ളാഹ്ക്ക് വേണ്ടി താഴ്മയുണ്ടെങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ ഉയർത്തും. ആരും സഹായിക്കാനല്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ. ബദരീങ്ങൾക്ക് അതായിരുന്നു. മഹാന്മാരായ ബദരീങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ മക്കാമിലായിരുന്നു അവര്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ വലിച്ചെറിയുന്ന സമയത്ത് ഉണ്ടായിരുന്ന അവസ്ഥയായിരുന്നു, മാനസിക നിലയായിരുന്നവര്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് തെറ്റുവില്ലിന്റെ മുകളിൽ കെട്ടിവെച്ചിട്ട് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചു വിടാണ്. കാരണം അടുത്തേക്ക് ചെല്ലാൻ കഴിയുന്നില്ല. ആ സമയത്ത് അള്ളാഹുവിന്റെ മലക്ക് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, വഹയുമായിട്ട് വരുന്ന മലക്ക് വന്നിട്ട് ചോദിക്കുക, എന്തെങ്കിലും സഹായം വേണം? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹ് മതി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് ബദരീങ്ങൾക്കും അതുണ്ടായത്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, ആ സമയത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് അല്ലെ? ഞാനും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഈ തീക്കുണ്ടാരം പടച്ചത് ആരാ? അള്ളാഹു. എന്നെ പടച്ചത് ആരാ? അള്ളാഹു. നിങ്ങളെ പടച്ചത് ആരാ? അള്ളാഹു. ആ തവക്കുൽ ബഹുമാനപ്പെട്ടവർക്ക് ഉണ്ടായപ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്കാണ് വലിച്ചെറിഞ്ഞ സമയത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തീക്കുണ്ടാരത്തിനോട് പറയാം, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ മേലിൽ നിങ്ങൾ തണുപ്പു ആവണം തീയെ. തീയിന്റെ നേരെ എതിര് ദിശയിലേക്ക് പോകാം. മഹാന്മാര് സൂഫിയാക്കൾ പറയാണ്, ഏത് അള്ളാഹുവിന്റെ മുമ്പിൽ വല്ലാത്ത കീഴ്വണക്കണ്ടെങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഓപ്പോസിറ്റ് ചെയ്യും. ദില്ലത്തുണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾക്ക്, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ദില്ലത്ത് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇസ്സത്താ കൊടുക്കുക. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലി. ബദരീങ്ങൾക്ക് അതാ കൊടുത്തത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ അള്ളാഹുവിലാണ് സമർപ്പിച്ചു, അള്ളാഹുവിന്റെ മുമ്പിലാണ് കീഴ്പ്പെട്ടു, അള്ളാഹുവിനെ ഏൽപ്പിച്ചു. അപ്പൊ തീനോട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയാ, നിന്റെ ഡ്യൂട്ടി കത്തിക്കലാണ്, കരിക്കലാണ്. രക്ഷയും തണുപ്പുമല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് തീക്കുണ്ടാരായത് അവിടെ എസിയും തണുപ്പും സുഖമാണ്. കൂളായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ നടുക്ക് അങ്ങനെ ഇരിക്കുക. നോക്കുമ്പോ ആ ഇറങ്ങണ സമയത്ത് ഒരു വസ്ത്രം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി, പരിശുദ്ധമായ ഒരു വസ്ത്രം. ആ വസ്ത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്ത് തന്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനെ ഏൽപ്പിച്ചത്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വസ്ത്രം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചു. അവരുടെ അടുത്തുനിന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തുണ്ടായിരുന്നു. ആ പൊട്ടക്കനറ്റിൽ വലിച്ചിട്ട സമയത്ത് ബഹുമാനപ്പെട്ടവർ ആ വസ്ത്രം ധരിച്ചിരുന്നത്. പിന്നെ ഈ വസ്ത്രം കൊടുത്തയച്ചു മക്കളെ സഹോദരന്മാരുടെ കൂടെ. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ദൂരത്തുനിന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്നീല അജിദു റീഹ യൂസുഫ്, യൂസുഫിന്റെ ആ സുഗന്ധം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് ആ വസ്ത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിൽ സമർപ്പിച്ചപ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തീയിനോട് അതിന്റെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് പോകാൻ പറഞ്ഞു, തണുപ്പും സുഖവും ആകാൻ വേണ്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ട ബദരീങ്ങള്, അവരുടെ മുമ്പിൽ വരുന്നത് ആയിരക്കണക്കിന് ശത്രുക്കൾ. ഒരു ദിവസം 9ഉം 10ഉം ഒട്ടകങ്ങൾ അറുത്തിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ. അള്ളാന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബദറിന്റെ പോർക്കളത്തിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ചിട്ട് ദുആ ചെയ്യാം, ഇന്നഹും ഉറാത്തു ഫക്സിഹിം യാ അല്ലാഹ്. ഇവര് വസ്ത്രമില്ലാത്ത പാവപ്പെട്ടവരാണ് ഹബീബ്, അള്ളാഹുവെ നീ അവർക്ക് വസ്ത്രം നൽകണേ. ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും യാ അല്ലാഹ്, അവർ കാലിൽ പാദരക്ഷയില്ലാത്തവരാണ് റബ്ബേ, അവർക്ക് നീ പാദരക്ഷ നൽകണേ. ബദരീങ്ങൾ പോർക്കളത്തിലേക്ക് പോകുമ്പോ ചെരുപ്പില്ലാത്ത മഹാന്മാര് തുണി കെട്ടിയിട്ടാണ് ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോയത്.
മദീനയിൽ നിന്ന് ബദറിലേക്ക് പോയ ആളുകൾക്കറിയാം, അല്ലെങ്കിൽ മക്കയിൽ നിന്ന് മദീനത്തേക്ക് വരുന്ന ആളുകൾക്കറിയാം എത്ര സഞ്ചരിക്കാനുണ്ട്. അവരുടെ കൂടെ ഉണ്ടായിരുന്നത് 70 ഒട്ടകങ്ങൾ മാത്രം. എത്ര ഒട്ടകങ്ങള്? 70 ഒട്ടകം. 313 മഹാന്മാരായ ബദരീങ്ങൾ. അവരുടെ കൂടെയുള്ളത് 70 ഒട്ടകങ്ങൾ മാത്രം. അതില് ഒരൊട്ടകത്തിന്റെ പുറത്ത് 4 സ്വഹാബിമാരിങ്ങനെ മാറി മാറി കയറുക. അള്ളാഹിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാർ തങ്ങളുടെയും മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെയും കൂടെ ആയിരുന്നു ഊഴം വച്ചിരുന്നത്. അള്ളാഹിന്റെ ഹബീബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറുമ്പോ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് അലി റളിയല്ലാഹു അൻഹു മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പിടിക്കും. അള്ളാഹിന്റെ ഹബീബ് ആ സമയം കഴിയുമ്പോ പറയും, ഞാൻ ഇറങ്ങാം. എന്നിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സയ്യിദുൽ ഖൗമി ഖാദിമുഹും അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റിയിട്ട് മുന്നിലെ ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ചിട്ട് നടക്കുക. അതാണ് നേതാവ്, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, ലോകം പടക്കാൻ കാരണക്കാരായ മുഹമ്മദ് റസൂലുള്ളാഹി, ആകാശ ലോകങ്ങളുടെ പ്രകാശമായ മുഹമ്മദ് റസൂലുള്ളാഹി. അവിടുത്തെ അനുയായിയായ സഹാബിയെ ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റിയിട്ട് ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് നടക്കുക. ആ താഴ്മയും ആ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖിദ്മത്തും കൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവിടത്തേക്ക് വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഹാബിമാര് നടക്കുമ്പോ കാലിൽ ചെരുപ്പില്ല, അപ്പൊ അവര് ശീല കെട്ടിയിരിക്കുകയാണ്. ഇത് അള്ളാന്റെ ഹബീബ് കാണുകയാണ്. കാലിൽ നീർ കെട്ടിയിട്ട് നടക്കാൻ കഴിയുന്നില്ല സഹാബിമാർക്ക്. ബദറിലേക്ക് പോകുമ്പോ ഇന്നഹും ഹുഫാത്തുൻ, അവര് ഫഹ്മിൽഹും യാ അല്ലാഹ്, അള്ളാഹുവെ അവര് പാദരക്ഷയില്ലാത്ത ആളുകളാണ്, അവർക്ക് നീ അനുഗ്രഹം നൽകണേ, നിന്റെ ഭാഗത്ത് നിന്ന് അനുഗ്രഹം നൽകണേ. വൈന്നഹും ഉറാത്തുൻ ഫക്സിഹിം യാ അല്ലാഹ്, അവര് വസ്ത്രമില്ലാത്തവരാണ്. എല്ലാവർക്കും ഒന്നും വസ്ത്രമൊന്നുമില്ല. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് വേണ്ടി വരാൻ പറഞ്ഞതല്ല, 40ഓളം വരുന്ന ആ സംഘത്തെ പിടിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് കേട്ടപ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, വിളി കേട്ടു, ഉടനെ പുറപ്പെട്ടു, കയ്യിലുള്ളത് വാങ്ങി എടുത്തു. തയ്യാറായി പോകുന്നവരല്ല, വീട്ടിലെന്തെങ്കിലും ഇല്ലെങ്കിലും ഇല്ല, ഒന്നും മദീനത്ത് വീട്ടിലൊന്നും ഇല്ല, ഉള്ള സഹാബിമാർ ഉള്ളത് എടുത്തിട്ട് പോന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടക്കുമ്പോ ചെരുപ്പില്ലാതെ നടക്കുന്ന സഹാബിമാര്, വസ്ത്രമില്ലാതെ ധരിക്കുന്നവർ, അവർ വിശക്കുന്നവരാണ്, അവർക്ക് ഭക്ഷണമില്ലാത്തവരാണ്, അവർക്ക് ഭക്ഷണം നൽകണേ അള്ളാഹുവേ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. രാത്രിയാകുമ്പോ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരെ എവിടെങ്കിലും ഇരുത്തിയിട്ട് വിശ്രമിക്കുന്ന സ്ഥലത്ത് മരച്ചുവട്ടിലോ മരുപ്പച്ചയിലോ ഇരുത്തിയിട്ട് അവിടെ സഹാബിമാരോട് ഈത്തപ്പഴം കൊണ്ടുവരാൻ വേണ്ടി പറയും. ഓരോ സഹാബിമാർക്കും ഒരു ഈത്തപ്പഴം. ആ 70 ഒട്ടകങ്ങളിൽ നിന്നുള്ള പാല് എല്ലാതും ആണൊട്ടകം ഉണ്ടാവും, പെണ്ണൊട്ടകം ഉണ്ടാവും. കുറച്ച് പാല് കിട്ടും, അത് കുടിക്കും, പിന്നെ പച്ചവെള്ളം കുടിക്കും. കാലിൽ പാദരക്ഷയില്ല, ഭക്ഷണം വേണ്ടതുപോലെയില്ല, വസ്ത്രങ്ങളില്ല. പക്ഷെ അവരുടെ കൂടെ ഒന്നുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി, മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മനസ്സിൽ ഉറച്ചു കിടക്കുന്നുണ്ട്. 13 വർഷം അവരുടെ മനസ്സിൽ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബത്ത് അവര് മൂശയിലിട്ട് ഇങ്ങനെ വർദ്ധിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജീവൻ സമർപ്പിക്കാൻ, അവിടത്തേക്ക് വേണ്ടി ആത്മാവ് നൽകാൻ, അവിടത്തേക്ക് വേണ്ടി സമ്പത്ത് നൽകാൻ, അവിടത്തേക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ അവർ തയ്യാറാ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അള്ളാഹിന്റെ ഹബീബ് എന്താ പറയുന്നത് അത് കേൾക്കാൻ റെഡി ആയിട്ട് നിൽക്കുക. 13 വർഷം ആ തർബിയത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് കൊണ്ടുള്ള പണി അവരുടെ ജീവിതത്തിൽ ഭാഗമാക്കി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ശ്വാസത്തിൽ അത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉറപ്പിച്ചു കൊടുത്തു, അവരുടെ ഖൽബിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉറപ്പിച്ചു കൊടുത്തു, അവരുടെ റൂഹിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചേർത്ത് വെച്ചു കൊടുത്തു. പുറമെ ഏത് സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹിനെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹിന്റെ ഹബീബില്ലാത്തൊരു സമയം അവർക്ക് ഓർക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറഞ്ഞിട്ട് ഒരു സമയം അവർക്ക് ഓർക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന സഹാബി, അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അടുത്ത സഹാബി,
റസൂലുള്ളാഹിന്റെ തണലു പോലെ ജീവിച്ച മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിന്ന് വീട്ടിക്ക് വന്നിട്ട് പറയാണ്, വാശൗഖായിലേക്ക് യാ റസൂലുള്ളാഹ്, വാശൗഖായിലേക്ക് യാ റസൂലുള്ളാഹ്. ഒരു അരമണിക്കൂർ മുമ്പ് മസ്ജിദുൻ നബവിന്ന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സുബഹി നമസ്കരിച്ച് വന്ന സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരാ വീട്ടിൽ വന്നിട്ട് പറയുന്നത്, വാശൗഖായിലേക്ക് യാ റസൂലുള്ളാഹ്. ഇരുന്നിട്ട് കരയണത് അങ്ങയെ കാണാൻ എന്തൊരു രസമാണ്. തന്റെ ജീവിതത്തിന്റെ വേദന അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ ഒരിക്കൽ പോലും പറയാത്ത സഹാബി. പല്ലിന് വേദന ഉണ്ടായിട്ട് ആ വേദന ഒരു സമയത്ത് പോലും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു. അതാണ് ഓരോ ബദരീങ്ങളിലെ ഓരോ മഹാന്മാര് ഓരോരുത്തരങ്ങനെ എടുത്തു നോക്കുമ്പോ അവരുടെയൊക്കെ മനസ്സിന്റെ ചാഞ്ചല്യമില്ലാത്ത ഈമാൻ, പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാന്റെ ഹബീബിന് വേണ്ടി എന്തും കൊടുക്കാൻ റെഡിയാ. സമ്പത്ത് വേണം അത് കൊടുക്കാം, സമ്പാദ്യം വേണം കൊടുക്കാം, മക്കളെ വേണം കൊടുക്കാം, ജീവൻ വേണം കൊടുക്കാം, എല്ലാം റെഡിയാ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ആ ഉറപ്പായിരുന്നു ബദരീങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതാപ്പൊ നമുക്ക് കിട്ടിക്കിട്ടേണ്ടത്. അത്ര അല്ലെങ്കിലും ബഹുമാനപ്പെട്ട ബദരീങ്ങളായ സഹാബിമാർക്ക് ഉണ്ടായിരുന്ന ഈമാനിന്റെ ഒരു ചെറിയ അംശം ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാമ ഇക്ബാൽ പറഞ്ഞതുപോലെ, ഫസായെ ബദർ പൈദാക്കർ ഫരിഷ്തെ തേരി നുസ്രത് കോ ഉത്തർ സക്തേ ഹെ ഗർദോൻ സെ ഖതാർ അന്തർ ഖതാർ റബ്ബി. ബദരീങ്ങളുടെ ആ സാഹചര്യം ഉണ്ടാക്കി തീർക്ക്, ആ ഒരവസ്ഥ ഉണ്ടാക്കി തീർക്ക്. എങ്കിൽ ഫരിഷ്തെ തേരി നുസ്രത് കോ, മഹാന്മാരായ ബദരീങ്ങൾക്ക് മലക്കുകൾ ഇറങ്ങി സഹായിച്ചതുപോലെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങും. ഖതാർ അന്തർ ഖതാർ അബ്ബി. ഇപ്പോഴും ലൈനായിട്ട് പിന്നിലായി മഹാന്മാരായ മലക്കുകൾ ഇറങ്ങും. എന്താ വേണ്ടത്? വാളും പരിചയമൊന്നുമല്ല വേണ്ടത്, ബദരീങ്ങളാണ് വേണ്ടത്. ബദറും ഉഹദല്ല ഉണ്ടാക്കേണ്ടത്, ബദരീങ്ങളെയാണ് സൃഷ്ടിക്കേണ്ടത്. ബദറും ഉഹദും ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് ബദരീങ്ങളെ. അത് ഉണ്ടാക്കിയെടുത്താൽ പിന്നെ മറ്റുള്ള ആളുകൾക്കൊക്കെ ബഹുമാനം ഉണ്ടാകും. ഇന്നിപ്പോ ആർക്കും ബഹുമാനമില്ലാത്തത്, ഏത് മയക്കുമരുന്നിന്റെ കേസിലും ആദ്യത്തെ പേര് മുഹമ്മദാണ്, അല്ലെങ്കിൽ അഹമ്മദാണ്, അല്ലെങ്കിലും എന്തെങ്കിലും പേരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളുടെ മക്കളെ നന്നാക്കി തെരുമാറാവട്ടെ. ഏതെങ്കിലും ഒരു നിമിഷം നമ്മളുടെ ഒന്നും മക്കളെ, നമ്മളുടെ ബന്ധപ്പെട്ടവരെ, അല്ലെങ്കിൽ ഉമ്മത്തിലുള്ള ഒരാളെയും പേപ്പറിലോ ഒന്നും ന്യൂസ് പേപ്പറിലോ ഒന്നും അങ്ങനെ കാണിക്കപ്പെടുന്ന ഒരു രംഗം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വരുത്തി തീർക്കാതിരിക്കട്ടെ. അതിന് വേണ്ടതും ആ മക്കളുടെ മനസ്സിലും മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാൻ പറഞ്ഞ ഒരൊറ്റ അദബ്, അല്ലിമു ഔലാദക്കും, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഹുബ്ബ നബിയ്യിക്കും, ഹുബ്ബ നബിയ്യിക്കും, നിങ്ങളുടെ ഹബീബിനോടുള്ള മഹബത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാപ്പ റസൂലുള്ളാന്റെ മഹബത്ത് കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കല്? വഹുബ്ബ അഹ്ലി ബൈത്തിഹി, അഹ്ലി ബൈത്തിനോടുള്ള മഹബത്ത്, അലിയാര് തങ്ങളോടും ഫാത്തിമ ബീവിയോടും ഹസൻ റളിയല്ലാഹു അൻഹുവിനോടും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടും. പിന്നെയാണ് പറയുന്നത് വഖിറാഅത്തിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതും. ഹാഫിദ് ഉസ്താദിന്റെ ഒക്കെ അടുത്തുനിന്ന് പഠിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, മഹാന്മാരായ ബദരീങ്ങൾ ഓരോരുത്തരങ്ങനെ എടുത്തു നോക്കുമ്പോ എല്ലാവരും മുഹമ്മദ് റസൂലുള്ളാഹിൽ ഉറച്ച ആളുകളാണ്, തൗഹീദ് ഉറപ്പിച്ച മഹാന്മാര്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും എല്ലാം സമർപ്പിക്കുന്ന മഹാന്മാര്. ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് കാണാം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യണം. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി ഒരിക്കൽ ചോദിക്കുകയാണ്, അള്ളാന്റെ ഹബീബെ, ആകാശലോകത്തെ നക്ഷത്രങ്ങളെ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഹദീസ്, നക്ഷത്രങ്ങളുടെ കണക്കിന് ഇബാദത്ത് ചെയ്ത് ആരെങ്കിലും ഉണ്ടാവുമോ? ഇപ്പൊ മിൽക്കി വേ എന്ന് പറയുന്ന ആകാശഗംഗക്ക് മാത്രം 150 കോടി പ്രകാശവർഷം ഉണ്ട്. എത്ര? 150 കോടി പ്രകാശവർഷം വിശാലത ഉണ്ട് മിൽക്കി വേ, ആകാശഗംഗ. അതിലെ ഒരു മൂലയിലുള്ളതാണ് സൗരയുധം, സോളാർ സിസ്റ്റം. ആ സോളാർ സിസ്റ്റത്തിലെ ഒരു ചെറിയ ഗ്രഹമാണ് ഭൂമി. ആ ഭൂമിയിലെ ഒരു ചെറിയ സ്ഥലത്ത്, ദുബൈ എന്ന് പറയുന്ന അവിടുത്തെ വർഷാനിൽ ഒരു ചെറിയ റൂമിലാണ് നമ്മൾ ഇരിക്കുന്നത്. പ്രപഞ്ചമജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം കറങ്ങുന്നു നിത്യം, അതിൻ്റെ എങ്ങാണ്ടൊരിടത്തിൽ നിന്നു നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു എന്ന് പറഞ്ഞതുപോലെ ഒരു മൂലയിലാണ് നമ്മൾ ഉള്ളത്. അപ്പൊ ഈ ആകാശഗംഗക്ക് മാത്രം ഒരുപാട് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ചില നക്ഷത്രങ്ങളൊക്കെ നമ്മളിപ്പോ പ്രകാശം കണ്ടുകൊണ്ടിരിക്കുന്ന ചില നക്ഷത്രങ്ങളൊക്കെ 50 വർഷങ്ങൾക്ക് മുമ്പ്
നശിച്ചുപോയ നക്ഷത്രങ്ങളുണ്ട്. അതിന്റെ പ്രകാശം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലേക്ക് സൂര്യന്റെ പ്രകാശം എത്താന് 8 മിനിറ്റ് വേണം, ആദ്യത്തെ പ്രകാശരശ്മി എത്താന്. കാരണം 15 കോടി കിലോമീറ്റർ ആണ് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം. അപ്പൊ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളുടെ കണക്കിനനുസരിച്ച് ഇബാദത്ത് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? അള്ളാന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു, അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആയിഷ ബീവി ചോദിക്കണം, അപ്പോഴല്ലേ പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാൻ ഒരു തട്ടിലും ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങളുടെ ഈമാൻ ഒരു തട്ടിലും വെച്ച് അതാണ് കൂടാന്ന്. അപ്പൊ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അബൂബക്കർ സിദ്ദീഖിന്റെ ഒരു സുജൂദിനൊക്കൂല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ മൊത്തം അമലുകൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലെ മൊത്തം അമലുകള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സുജൂദിന്റെ സ്ഥാനത്തില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ അടിയിലുള്ള മണ്ണിന്റെ കണക്ക് പോലും, അതിന്റെ ശ്രേഷ്ഠത പോലും ഉണ്ടാകൂല. ഈ കാലത്തല്ല, അതിനുശേഷം വന്ന ആളുകളുടെ മൊത്തം ശ്രേഷ്ഠത ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒക്കെ. കാരണം ബഹുമാനപ്പെട്ടവർ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഇബ്ലീസ് ആ ഭാഗത്തൂടെ പോകൂലെന്നാ. ഇദാ സലക ഉമറു ഫജ്ജൻ സലക ശൈത്താനു ഫജ്ജൻ ഗൈറ ഫജ്ജിക യാ ഉമർ. ശൈത്താൻ വേറെ വഴിയിലൂടെ പോകും. നമ്മളാണെങ്കിലോ, വേഗം വാ, ഞാൻ കാത്തിക്കല്ല മോനെ, എത്ര മിനിറ്റായി നമ്മുടെ കാത്തിക്കണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശൈത്താൻ ഇബ്ലീസിനെയൊക്കെ കെട്ടിയിട്ട ഒരു മാസമാണ്. ഈ മാസം ഇതോടുകൂടെ മൂപ്പരായിട്ടുള്ള എല്ലാ കണക്ഷനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കണ്ട് ഒഴിവാക്കി തരട്ടെ. രക്തത്തിലൂടെ പോകുന്ന ആളാണ്, മജ്ജയിലൂടെ പോകുന്ന ആളാണ്, കൽവിന്റെ ഉള്ളിൽ വന്നു നിൽക്കുന്ന ആളാണ്. നേരത്തെ ഉസ്താദ് പറഞ്ഞു ദിക്റിനെ പറ്റി, ഏത് സമയത്ത് കൽബിൽ ദിക്റില്ല ആ സമയത്ത് കൊത്തുന്ന അദ്ദേഹത്തിന്റെ പേരും മൂപ്പരുടെ പേര് ഖന്നാസ് ന. ഖനസ എന്ന് പറഞ്ഞ മടങ്ങി ദിക്റ് ചെല്ലണ സമയത്ത് പിന്നിലിട്ട് ഓടുന്ന ആള്. ദിക്റ് ഭയങ്കര പ്രയാസവും അവർക്ക്. ബാങ്ക് വിളിന്റെ ശബ്ദം ഉണ്ടാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ശൈത്താൻ ഓടിക്കൊണ്ടിരിക്കുന്ന. എന്നാലോ ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദമി, രക്തത്തിന്റെ അതിലൂടെ നടന്നു പോകും. മൂപ്പര് ഇരിക്കണതോ കള്ളുഷാപ്പിലോ ബാറിലോ അല്ല മൂപ്പര് പോയിരിക്കുന്നത്. ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലാ പോയിട്ടിരിക്കുക. അപ്പൊ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ബദറിലേക്ക് പോയ ബദരീങ്ങളുടെ മഹാന്മാരുടെ പേരിൽ നമ്മൾ ആദ്യം പറയുന്ന മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരുടെയൊക്കെ ഒരു മഹത്വം നോക്കി നിങ്ങൾ. എന്താ അവർക്ക് ഉണ്ടായത്? മുഹമ്മദ് റസൂലുള്ളാഹി അത് ഉറപ്പിച്ചു കൊടുത്തു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പകുതിയായപ്പോൾ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു, നമ്മൾ യഥാർത്ഥത്തിൽ 40 അംഗ സംഘത്തിന് വേണ്ടിയാണ് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ അവര് നമ്മളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്, അബൂ സുഫിയാനും സംഘവും. ഇപ്പൊ നമ്മളെ ഈ അബൂ സുഫിയാന്റെയും സംഘത്തെയും അവർക്ക് സഹായമായിട്ട് ആയിരക്കണക്കിന് ശത്രുക്കൾ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ? നമ്മൾ തിരിച്ചു പോകണോ അതോ ആ വരുന്ന സൈന്യത്തോട് യുദ്ധം ചെയ്യണോ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ഈമാനുള്ള ചില ആളുകളൊക്കെ പറഞ്ഞു, മുനാഫിഖീങ്ങളൊക്കെ തിരിച്ചുപോയി, നമ്മൾ ഇതിനല്ലല്ലോ വന്നത്, 40 ആളുകളോട് നേരിടാൻ വേണ്ടിയുള്ള കൂപ്പുമായിട്ടാണ് നമ്മൾ വന്നത്. നമ്മളുടെ കൂടെ വാളില്ല, പരിചയമില്ല, ഒട്ടകങ്ങളില്ല, കുതിരകളില്ല, ഒന്നുമില്ല, ഭക്ഷണമില്ല, വേണോ? രണ്ടാമതും ചോദിക്കാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹലിൽ ഈറു അമിൻ നഫർ, ഒട്ടക സംഘമാണോ? ആ ഒട്ടക സംഘമാണോ 40 അംഗ ഒട്ടക സംഘമാണോ അതോ മക്കയിൽ നിന്ന് പുറപ്പെട്ട ആയിരക്കണക്കിന് ശത്രുക്കളാണോ? വീണ്ടും ചോദിക്കുമ്പോ പറയുന്നു, തിരിച്ചു പോകല്ലേ നമ്മൾ മദീനത്തേക്ക്, നമ്മൾ യുദ്ധത്തിന് വന്നതല്ലല്ലോ. മൂന്നാമതും ചോദിച്ചപ്പോ ഇത് തന്നെ കേട്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവർണമായി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവർണമായപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, അള്ളാഹുവിന്റെ ഹബീബെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് എന്തിലേക്ക് കാല് വെച്ചോ, ലഖുൽനാഹു മഅക്, അങ്ങയുടെ കൂടെ ഞങ്ങൾ അതിന് റെഡിയാണ്. മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, മൂസാ നബി അലൈഹിസ്സലാമിനോട് തന്റെ ആളുകൾ പറഞ്ഞതുപോലെ
ഇദ്ഹബു അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹൗന ഖായിദൂൻ എന്ന് ഞങ്ങൾ പറയൂല. ഇന്നാ മഅക്കും ഖായിദൂൻ എന്നാ ഞങ്ങൾ ഖാതിലൂൻ എന്നാ ഞങ്ങൾ പറയുള്ളൂ. നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോ. മൂസാ നബിയോട് പറഞ്ഞ അതാ, നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോ. നമുക്ക് വേറെ പണിയൊന്നുമില്ലേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അത് ഞങ്ങൾ പറയൂല. നിങ്ങളുടെ കൂടെ, അങ്ങയുടെ കൂടെ ഞങ്ങൾ വരും. ഹബീബ് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുകയാണ്. ഈ രണ്ട് മഹാന്മാരൊക്കെ പറഞ്ഞപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഭാഗത്തിന്റെ മറുപടിക്ക് പ്രതീക്ഷിക്കുകയാണ്. ഇത് പറഞ്ഞ ആളുകളൊക്കെ മുഹാജിരിങ്ങളാ. 66ഓളം വരുന്ന മഹാന്മാരായ മുഹാജിരിങ്ങൾ, ബാക്കിയൊക്കെ അൻസാരികളെ, കൃഷിക്കാരായ മദീനത്തുകാര്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തല അൽ ബദർ ചൊല്ലിയിട്ട് സ്വീകരിച്ച മഹാന്മാര്, ഹൃദയത്തിലേക്ക് വരവേറ്റിയ മഹാന്മാര്. അള്ളാന്റെ ഹബീബ് ആ സ്ഥലമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് കടക്കാൻ, വിശ്രമിക്കാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ പോകാൻ തൗഫീഖ് നൽകട്ടെ. ബാക്കിയൊക്കെ 240 പരം വരുന്നവരും അൻസാരികളാണ്, ബാക്കി മുഹാജിരിങ്ങളാണ്. എന്താ അൻസാരികളൊന്നും പറയാത്തത്? ഉടനെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് പറയണം, ഔസ് ഗോത്രത്തിന്റെ നേതാവാണ്. എനിക്ക് തോന്നുന്നു ലഅല്ലക തുരീദുനാ യാ റസൂലല്ലാഹ്. സീറത്തുൽ ഹലബിയ നോക്കിയാൽ വളരെ വിശാദമായി ഈ ചരിത്രം കാണാം. അതിന്നാണ് ബഹുമാനപ്പെട്ട മൊയ്ൻകെട്ട് വൈദ്യാര് അഹദത്തിലെ അലിഫ് അലിഫുല മഗമയ്യം അലിഫ് അക്ഷര പൊരുൾ ബിസ്മില്ല എന്ന് തുടങ്ങണേ ആ ബദർ പാട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഖാദിരിയാണ് മുമ്പ്. തൗഹീദിന്റെ പരിശുദ്ധമായ വഴിയിലുള്ള മഹാനാണ്, ഖാദിരിയ തരീഖത്തിലെ മഹാനാണ്. അഹദത്തിലെ അലിഫുലാം അഗമിയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ല. അപ്പൊ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറയാ, ലഅല്ലക തുരീദുനാ യാ റസൂലല്ലാഹ്. അവിടുന്ന് ഞങ്ങളെ ഉദ്ദേശിക്കുന്നത് പോലുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ. ഉടനെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയണം, മുന്നിൽ കടലാണുള്ളത് റസൂലേ, അള്ളാഹുവിന്റെ ഹബീബെ, ആ കടലിലേക്ക് എടുത്ത് കാലുവെക്കണമെന്ന് പറഞ്ഞാൽ, അങ്ങോട്ട് ചാടണമെന്ന് പറഞ്ഞാൽ, അങ്ങോട്ട് കാലുവെക്കണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കാലുവെക്കുന്നവർ ഞങ്ങളാണ്. വീണ്ടും ചോദിക്കുന്നു. എന്താ ചോദിക്കാൻ കാരണം എന്നറിയോ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൈഅത്ത് ചെയ്തിരുന്നു, ബൈഅത്തുർ റിദ്വാൻ. മദീനത്തേക്ക് വരുന്നതിന് മുമ്പ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ചരിത്രം നമുക്ക് പിന്നെ പറയാം, ഹബീബായ തങ്ങള് ഹിജ്റ വരുന്നതിന് മുമ്പ് ബൈഅത്തുർ റിദ്വാൻ എന്ന് പറഞ്ഞ ഒരു ബൈഅത്ത് ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവനും സംരക്ഷണം കൂടെയുള്ള ആളുകൾക്കും എല്ലാം സംരക്ഷിക്കാൻ ഞങ്ങൾ റെഡിയാണ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ഭാര്യമാരുള്ള ഒരു ഭാര്യയെ തലാഖ് ചൊല്ലിയിട്ട് മുഹാജിറായ സഹാബിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ, 2 വീടുള്ളവരൊരു വീട്, 2 തോട്ടമുള്ളവരൊരു തോട്ടം, കൂടെയുള്ളതൊക്കെ കൊടുക്കാൻ റെഡിയായി മഹാന്മാരായ സഹാബത്ത് റെഡിയായി. അതിനുവേണ്ടിയുള്ള ഒരു ബൈഅത്ത് ഉണ്ടായിരുന്നു. ആ ബൈഅത്തിലുള്ള ഒരു വാക്കുണ്ടായിരുന്നു. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഇങ്ങനെ ഓർക്കുന്നത്. അവിടുന്ന് ഞങ്ങളുടെ നാട്ടിലാകുമ്പോ എന്തെങ്കിലും അവിടത്തേക്കോ അവിടുത്തെ കുടുംബത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ കൂടെയുള്ള ആളുകൾക്കോ വരൂല, അത് ഞങ്ങളെ റെഡിയാണ്. അപ്പൊ ഇവിടെ അത് പുറത്തല്ലുള്ളത്. അപ്പൊ അവര് പുറത്ത് ഞങ്ങൾ ഹബീബിന് സംരക്ഷണം നൽകാൻ റെഡി അല്ലേ എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്ന് ഉറപ്പിക്കാണ്. അതാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത്. സഅദ് ഇബ്നു മുആദ് ബഹുമാനപ്പെട്ടവര് 33 വയസ്സിൽ ലോകത്തോട് ഇവിടെ പറഞ്ഞ മഹാനാണ്. എത്ര വയസ്സിൽ? 33 വയസ്സിൽ. ആ വഫാത്തായെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇഹ്തസ്സൽ അർശു ലിമൗതി സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദിന്റെ വഫാത്തിന് വേണ്ടി ഇതാ അർശ് കിടിലം കൊണ്ടിരിക്കുന്നു. എന്താ കാരണം? അർശിന്റെ മുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എഴുതി വെച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ടവരുടെ ഖൽബാകുന്ന അർശിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ സാന്നിധ്യം കൊണ്ട് എഴുതി വെച്ചതും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു സ്വന്തം പിതാവിനെ വധിച്ചതിനെ കുറിച്ച് ആ സമയത്ത് ഇറങ്ങിയ പരിശുദ്ധ ആയത്തിൽ കാണാം, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും. അങ്ങനെ പറഞ്ഞിട്ട് ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരുടെ ഖൽബുകളിൽ ഈമാൻ എഴുതി വെച്ചു. ഏതാണ് ഈമാൻ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരു മുഅ്മിനായ മനുഷ്യനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഒരൊറ്റ പ്രാവശ്യം ചൊല്ലിയ ഇഹ്തസ്സൽ അർശുന, ഖൽബ് ഇങ്ങനെ വറക്കും. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൽബിനോട് പറയും, മുസ്കുൻ
അടങ്ങണം. ആ സമയത്ത് അർശ് പറയും, ആ പറഞ്ഞ ആൾക്ക് പുറത്തു കൊടുക്കാതെ ഞാൻ അടങ്ങൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, വഇസ്സതി വജലാലി, എന്റെ ഇസ്സത്തും എന്റെ ജലാലിയത്തും തന്നെയാണ് സത്യം. ആ മനുഷ്യൻ അത് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, നാവിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കും. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുന്നു, ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഒരാൾ ചെല്ലിയാൽ 24 മണിക്കൂറിലെ ദോഷങ്ങൾ പൊറുക്കപ്പെടും. എത്ര? 24 മണിക്കൂറിലെ. അപ്പൊ ഈ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, ഔസ് ഗോത്രത്തിന്റെ നേതാവായ മഹാൻ, മദീനത്തെ ജന്നത്തുൽ ബഖീയിൽ മഹാനവറുകൾ മറവട്ട് കിടക്കുന്നു. വഫാത്തായ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഹ്തസ്സൽ അർശു ലിമൗതി സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു മുആദിന്റെ മരണത്തിന് വേണ്ടി അർശ് കിടിലം കൊണ്ടിരിക്കുന്നു, അർശ് വിറച്ചിരിക്കുന്നു. കാരണം ആ ഖൽബിൽ നിന്ന് ശ്വാസത്തിലൂടെ റൂഹിൽ നിന്ന് ആ പരിശുദ്ധമായ റൂഹ് പരിശുദ്ധമായ കലിമയോടുകൂടാണ് പിരിഞ്ഞപ്പോ അർശിന് നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് മഹത്വം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്ത് ഈ ബദരീങ്ങളെ മുൻനിർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനിലേക്ക് നമ്മെ വിളിക്കുമാറാവട്ടെ. നമ്മളുടെ ഹൃദയങ്ങളിൽ ആ തൗഹീദ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏത് സമയത്തും പിടക്കുന്ന ഒരു അവസ്ഥ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബിന് വേണ്ടി, തൗഹീദിന് വേണ്ടി ജീവിക്കുന്ന, അതിനുവേണ്ടി സമർപ്പിക്കുന്ന ആളുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറപ്പായി. ഉടനെ ഇബ്ലീസ് അവിടെ വന്നിട്ട് പറഞ്ഞു, കൂടെയുള്ള മുനാഫിക്കങ്ങളോടൊക്കെ, നിങ്ങളടുത്ത് വാളുണ്ടോ, പരിചയുണ്ടോ, ഒട്ടകങ്ങളുണ്ടോ, ഓരോ ഈത്തപ്പഴൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദുആ ചെയ്തതൊക്കെ. ആരാ പോകണ രംഗാണ് മോയിൻകുട്ടി വൈദ്യർ അദ്ദേഹത്തിന്റെ ആ വരികളിൽ പാടിയ. നോമ്പല്ലെങ്കിൽ നമുക്ക് ഉഷാറായി പാടാം, കാരണം നോമ്പാവുമ്പോ ഒന്നും പാടാൻ കഴിയില്ല. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായം നേരം വളർകൊടി മൂണ്ടെണ്ണം കേട്ടിടയതിലുണ്ട് അബിയല് വർണ്ണമതാം പിൻരണ്ടും അസുവതുമാമേ സദത് കുടൈ കോൾ പങ്കും തിരുകരമാലുണ്ടാമ തദിന നബി തൻ തോളർ മിസ്അബിലീന്ദർ അവരത് തനിപിടി ചെയ്താറ്റൽ മുമ്പില നിലയാകെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഡ്രസ്സാണ്, വസ്ത്രാണ്, 2 കറുപ്പ് കൊടി. ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത കൊടിയെടുത്ത് വെളുത്ത കൊടി. അവരെ കുറിച്ച് പറയണോ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി വസ്ത്രമൊക്കെ എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകി. ഉഹദിന്റെ രണാങ്കണത്തിൽ വിട പറയുമ്പോ, കഫൻ ചെയ്യാൻ വേണ്ടി ഒരാളുടെ വസ്ത്രം എനിക്ക് കടമായിട്ട് കൊണ്ടുവരണ്ട, ഞാൻ ധരിച്ചു വന്നൊരു വസ്ത്രമുണ്ടെങ്കിൽ ആ വസ്ത്രത്തിൽ മാത്രം എന്നെ മറവി ചെയ്യണമെന്ന് വസിയത്ത് പറഞ്ഞ സയ്യിദുനാ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ദാറുൽ അർഖമിൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ കുറഞ്ഞ സഹാബാക്കളോടൊപ്പം നിൽക്കുമ്പോ ഈ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല ചെറിയ ചെറുപ്പക്കാരനാണ്, യുവാവാണ്. ഹബീബിൽ ആകൃഷ്ടരായി, മുഹമ്മദ് റസൂലുള്ളാഹിൽ ആകൃഷ്ടരായി, തൗഹീദിൽ ബൈഅത്ത് ചെയ്തു, ഈമാന്റെ പരിശുദ്ധമായ വഴിയിൽ വന്നു. പിന്നെ ഹബീബ് മതി, രാത്രിയും പകലും അള്ളാന്റെ ഹബീബിന്റെ കൂടെ. എന്നാലോ ഉമൈർ എന്ന് പറഞ്ഞ മക്കയിലെ ഏറ്റവും പ്രസിദ്ധനായ മുതലാളി, അദ്ദേഹത്തിന്റെ ഏറ്റവും പിരിശപ്പെട്ട പ്രധാനിയായ ഒരൊറ്റ മകന്, വേറെ മക്കളൊന്നുമില്ല. ഒരുപാട് ഈത്തപ്പനത്തോട്ടങ്ങളുണ്ട്, 100 കണക്കിന് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. 100 കണക്കിന് ഡ്രസ്സ്, ചെരുപ്പുകളൊക്കെ മക്കത്തൊന്നും ലഭിക്കാത്തത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് തുന്നിക്കൊണ്ടുവരിക. ഏറ്റവും നല്ല വെളിവെടുപ്പുള്ള സുഗന്ധാണ് ഉപയോഗിക്കാൻ. മുസ്അബ് ഇറങ്ങുമ്പോ ആളുകൾ പറയുന്ന മുസ്അബ് ഇറങ്ങിയിട്ടുണ്ട് പോകുന്നുണ്ട്. ഒരു രാത്രി വീട്ടിലേക്ക് ചെന്നപ്പോ ഉപ്പ പറയാണ്, ഉമ്മയും പറയാ, ഇന്ന് ഈ വീട്ടിൽ അവസാനത്തെ രാത്രിയാണ് നിന്റെ, നീ ധരിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് നീ വീട്ടിൽ നിന്ന് പടിയിറങ്ങണം. നിന്റെ ചെരുപ്പുകളും നിന്റെ വസ്ത്രങ്ങളും, നിനക്ക് വേണ്ടി ഉള്ള ഈ സമ്പത്തൊക്കെ അനന്തര അവകാശമായിട്ട് നിനക്കില്ല. നീ മുഹമ്മദിന്റെ ആ പരിശുദ്ധമായ തൗഹീദിൽ നിന്ന് പിന്മാറണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയൊക്കെ ആ കരുത്തുകൊണ്ട് ഈമാന്റെ ഉറപ്പ് നമുക്ക് നൽകുമാറാവട്ടെ.
മഹാനുഭാവൻ പറഞ്ഞു, എനിക്ക് മുഹമ്മദ് റസൂലുള്ള മതി, അള്ളാഹു എന്നെ ശിക്ഷിക്കൂല, ഇനി എന്നെ കൈവിടൂല. മുഹമ്മദ് റസൂലുള്ള എന്റെ മനസ്സിലുണ്ടെങ്കിൽ, എന്റെ കൽവിലുണ്ടെങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെ കൈവിടിയില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചില്ല. രാത്രി ചെന്നിട്ട് വാതിൽ മുട്ടുക, അർദ്ധരാത്രി. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു തുറന്നു നോക്കുമ്പോ ഒരു വസ്ത്രം മാത്രം ധരിച്ചിട്ട്, ഇതുവരെ നല്ല വസ്ത്രം ധരിച്ചു വന്നിരുന്ന മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കാലിൽ ചെരുപ്പില്ലാതെ ഒരു വസ്ത്രം ധരിച്ചു വന്നിരിക്കുന്നു. ആ വസ്ത്രമാണ് ബഹുമാനപ്പെട്ടവർ പിന്നെ ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദാകുമ്പോഴുണ്ടായിരുന്നത്, കീറി തുന്നിയത്. മറ്റൊരു സ്വഹാബിന്റെ അടുത്ത് നിന്ന് ഡ്രസ്സ് വാങ്ങും, കുറച്ചു നേരത്തിന് വായ്പ വാങ്ങും, അത് അലക്കിയിടും, ഉണങ്ങി അത് രണ്ടാമത് ധരിക്കും. കല്യാണം കഴിച്ചിട്ടില്ല, ആരുമില്ല. ഉഹദിന്റെ രണാങ്കണത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സഹാബിമാരെങ്ങനെ മറവി ചെയ്യാൻ നോക്കുമ്പോ മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ശരീരത്തിൽ മുറിവേറ്റ് അവിടെ കിടക്കുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറവി ചെയ്യാൻ വേണ്ടി, കുളിപ്പിക്കൊന്നും ചെയ്യണ്ടല്ലോ, മറവി ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ സഹാബത്ത് പറഞ്ഞു, ഹബീബെ ആ വസ്ത്രത്തിൽ തന്നെ മറവി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. മറവി ചെയ്യുന്ന സമയത്ത് ആ വസ്ത്രത്തിന്റെ ഭാഗത്തിൽ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ കഫനിൽ പൊതിയുമ്പോ കാല് മറക്കുമ്പോ തലമറയുന്നില്ല, തലമറക്കുമ്പോ കാല് മറയുന്നില്ല. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ത്രം പറഞ്ഞു, വസ്ത്രം വേണ്ടെന്ന് പറഞ്ഞു. ഉടനെ പറയുന്നു, ഇദ്ഖിർ പുല്ല് കൊണ്ടുവരൂ. കാലിന്റെ ഭാഗത്ത് ഇദ്ഖിർ പുല്ല് കെട്ടിയിട്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ ആ പരിശുദ്ധ മണ്ണിൽ ബഹുമാനപ്പെട്ടവർ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ കയ്യിലാണ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ പരിശുദ്ധമായ വെള്ള പതാക ആ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോ നൽകിയത്. അള്ളാന്റെ ഹബീബ് നോക്കുന്നത് എല്ലാം സമർപ്പിച്ചു വന്ന എന്റെ മുസ്അബ്, അവരാണ് ഈ യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോ പരിശുദ്ധമായ തൗഹീദിന്റെ പതാക പിടിക്കേണ്ടത്. ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഹബീബിന്റെ മുന്നിൽ ഇങ്ങനെ നടക്കുകയാണ്, മുന്നിൽ വെളുത്ത കൊടി പിടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലി. അള്ളാന്റെ ഹബീബ് പിന്നില് ഒരു ഭാഗത്ത് ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു തആല അൻഹു ഒരു പതാക പിടിച്ചിട്ട്, കറുത്ത പതാക. മറ്റൊന്ന് ബഹുമാനപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹു അവരുടെ കയ്യിലും, അല്ല സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല, നേരത്തെ പറഞ്ഞ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല, പാട്ടുപാടി പങ്ക് ഓർമ്മല്ലേ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്താ കൊടുത്തത്. എന്തും അള്ളാഹുവിന്റെ ഹബീബ് നോക്കിയത് എത്രമാത്രം മുഹമ്മദ് റസൂലുള്ള ഉണ്ട് എന്നാ. അതില് സഹാബിമാരിൽ ഓരോ സഹാബി അങ്ങനെ എണ്ണെടുക്കുന്ന സമയത്ത് ചില സഹാബിമാരെയൊക്കെ ചെറിയ കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പറഞ്ഞേക്കാണ്. അപ്പൊ അവർ കാലിങ്ങനെ പിന്നിൽ, എവിടേക്കപ്പത് പോണത്? ബിരിയാണി കഴിക്കാൻ പോകല്ല, അപ്പുറത്ത് വാളും പരിചയവും എല്ലാം ഉള്ള പൂർണ്ണ വലിയ ശത്രുക്കള്, അവരുടെ മുന്നിലേക്കാ പോകുന്നത്. ബഹുമാനപ്പെട്ട ബദരീങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ദുആ ചെയ്യാം. മഹാന്മാരായ ബദരീങ്ങളുടെ അസ്മാ വിളിച്ചിട്ട് നമുക്ക് ദുആ ചെയ്യാണ്ട് ഇൻഷാ അല്ലാഹ്, ഇനി അധികം സമയമില്ല. അങ്ങനെ മഹാന്മാരായ ബദരീങ്ങൾ ബദറിന്റെ രണാങ്കണത്തിലേക്ക് എത്താണ്. ബദറിൽ പോയ ആളുകൾക്കറിയാം, അവിടെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തിയപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബത്തിനുള്ള സ്ഥലം സൗകര്യമുള്ള സ്ഥലമായിരുന്നില്ല. അവിടെ വെള്ളമല്ല, ഒന്നുമില്ല. രാത്രി പ്രയാസപ്പെട്ടു, യാത്ര ഒരുപാട് ചെയ്തതാണ്, ഭക്ഷണമൊന്നുമില്ല. സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും ഒരുപാട് മഹാന്മാർക്ക് ക്ഷീണം കൊണ്ടൊക്കെ ജനാബത്തുണ്ടായി, കുളിക്കാനും പറ്റുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് സഹാബത്ത് വന്നിട്ട് പറയാം, വെള്ളമല്ല നമ്മളുടെ അടുത്ത്. ഇബ്ലീസ് വന്നിട്ട് പറയാണ്, ഈ പാവപ്പെട്ട ആളുകളുടെ അടുത്ത് വന്നിട്ട്, നമ്മൾ ഹക്കിന്റെ മേലിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? നമ്മൾ ഹക്കിന്റെ മേലിലാണെങ്കിൽ സംഭവമൊക്കെ ഉണ്ടാവും. അവർക്ക് എല്ലാ സൗകര്യം, അവിടെ വെള്ളത്തിന്റെ സൗകര്യം ഉണ്ട്, അവരുടെ കൂടെ ആളുകളുണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ നമ്മളുടെ കൂടെ ഭക്ഷണമില്ല, പാകത്തിന് ഇവിടെ കിണറുമില്ല, വെള്ളമല്ല, ഒന്നുമില്ല. അതിന് പുറമെ നിസ്കരിക്കാനും പറ്റുന്നില്ല, പ്രയാസപ്പെട്ട് നിൽക്കാം. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ദുആ ചെയ്തു, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത ആ സ്ഥലത്താണ് മസ്ജിദുൽ അരീഷ്. അരീഷ് എന്ന് പറഞ്ഞ പന്തല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി കെട്ടിക്കൊടുത്താണ്. അതിന്റെ ഉള്ളിലായിരുന്നു റസൂൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു സംരക്ഷകൻ, റസൂലുള്ളാഹിന്റെ ഗാർഡായിട്ടുണ്ടായിരുന്നത്. അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരിക്കൽ ചോദിച്ചു സഹാബിമാര്, മൻ അശ്ജഉൽ ഖൗം,
സഹാബത്തിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ധൈര്യമുള്ള ആളാരാ? ശുജാഇ, നിങ്ങളല്ലേ? പറഞ്ഞു അല്ല, അത് അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. ഏത് യുദ്ധത്തിലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൂടെ ഹബീബിന് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്നത് ആദ്യം പറയും, ഹബീബിന്റെ സംരക്ഷണം ഞാനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ കൂടെ ഞാനാ നിൽക്കുക. ആ റിസ്ക് ഏറ്റെടുക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ആ അരീഷിന്റെ ഉള്ളിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പുറത്ത് മിഖ്ദാദ് റളിയല്ലാഹു തആല, അവിടെ സുജൂദിൽ കടന്നിട്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അന്ന് രാത്രി നല്ല മഴ പെയ്തു. അവിടെ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഹൗള് കെട്ടി. അവിടെയാണ് ഹംസ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ആരടാ ശുജാഅത്ത്, വീരവൻ, ഹൗലിൽ നിന്ന് കുടിപ്പവൻ, ആന പോൽ അസദുല്ലില, അലി ഹംസ ചാടിയെടുത്തുടൻ തന്നെ. ആരാ കുടിക്കാനുള്ളത്? ഇവിടുന്ന് ആരാ വെള്ളം എടുക്കാനുള്ളത്? സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും സലീം ഖാ വെള്ളം കെട്ടിവെച്ചു. മഴ വന്നപ്പോഴേ അത് മാത്രല്ല, ഇവിടുത്തെ മണ്ണ് നല്ലണ്ട് ഉറച്ചു. പണ്ടാര പറഞ്ഞില്ല, കളരി ആൾക്കാർ നല്ലോണിട്ടാണ് പേറിയപ്പോ ഒന്ന് നിലത്ത് നിർത്തണ്ടല്ലേ, എന്നാലല്ലേ എനിക്കൊരു 2 എടുക്കാൻ പറ്റുള്ളൂ. നിലത്ത് നിൽക്കുമാണേ പോലെ നിലത്ത് നിർത്തിയില്ല. 4-5 ആള് കൂടിയിട്ട് നല്ല കളരിയുള്ള ആളാണ്, ഇവിടെയാണ് കൈകാര്യം ചെയ്തപ്പോ, എന്തിയ നിന്റെ കളരിയൊക്കെ അവിടെ പോയത്? അപ്പൊ പറഞ്ഞു, പോലെ എന്നെ നിലത്ത് നിർത്തണ്ടല്ലേ, എന്നാലല്ലേ എനിക്ക് എന്റെ അടവ് എടുക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നല്ല ഉറപ്പും വേണം, മണ്ണ് ഇങ്ങനെ ഉറച്ചു നിൽക്കണം. വെള്ളം പെയ്തപ്പോ, മഴ പെയ്തപ്പോ, നല്ല വെള്ളം വന്നപ്പോ വെള്ളവും കിട്ടി, ആ മണ്ണും ഉറച്ചു. അപ്പുറത്തുള്ള മണ്ണ് ആകെ ചളി വീണ്ടതുമായി, അവർക്ക് പിടിച്ചു നിൽക്കാനും കഴിയൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതും പാകപ്പെടുത്തി. എന്നിട്ട് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഹാദാ മസ്റഉ ഫുലാൻ, ഹാദാ മസ്റഉ ഫുലാൻ, ഹാദാ മസ്റഉ ഫുലാൻ. ഇവിടെയാണ് അബൂജഹൽ കിടക്കുക, ഉത്ബത്ത് ഇവിടെ ഉണ്ടാവുക, ഷൈബത്ത് ഇവിടെ ഉണ്ടാവുക. ഈ 6 പേരാണ് ആദ്യം പറഞ്ഞത്. എന്താ? ഒരു കാലത്ത് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്താകുന്ന സമയത്ത് സുജൂദിൽ കിടക്കുമ്പോ ഒട്ടകത്തിന്റെ കുടൽമാല വാരിയിട്ട ആളുകളാ. അന്നീ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന ബോധി തിരുവങ്കഴുത്തിൽ ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനേ ലഭിച്ചുള്ളൂ നമുക്ക് ഭാഗ്യം. വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹത്തിന്റെ പാംസ്വസ്നാനം, മണ്ണിൽ കുളി, സാഹിത്യമഞ്ജരിയിൽ ഒരു കവിതയാണ്. ആ കണ്ടതിൽ ഈശ്വരത്വം, കൽപ്പിച്ചു കൽപ്പിച്ചു നടന്നൊടുക്കം, നിരീശ്വരത്വത്തിലടിഞ്ഞു വീണു നിരസ്ത വിശ്വാസരേബിയക്കാർ, കുറുമ്പു മാറാത്ത കുറൈശി വര്യർ കോതിക്കൊടുത്തേൻ പലവട്ടവും ഞാൻ, ഈ നിങ്ങൾ കൂപ്പും മരമല്ല കല്ലല്ല അല്ലാഹു സർവാധിക ശക്തനേകൻ. ഇവർക്കിരുട്ടേ പ്രിയമിത്ര മൂതിക്കെടുക്കയായി കൈത്തിരി കൊണ്ടുചെന്നാൽ, മിന്നാമിനിങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത വലി പ്രയത്നം. എന്നിട്ട് അള്ളാന്റെ ഹബീബ് നടന്നു പോകുന്ന ഒരു രംഗം പറയേണ്ട. പിന്നെ അതിന്റെ ഇടക്കാണ്, അന്നീ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന ബോധി തിരുവങ്കഴുത്തിൽ ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്തി പാനേ ലഭിച്ചുള്ളൂ നമുക്ക് ഭാഗ്യം. 3 ദിവസം 4 ദിവസം മുമ്പ് ഇട്ട അറുത്ത ഒട്ടകത്തിന്റെ കുടൽമാലയാണ് കഴുത്തിക്ക് വാരിയിട്ട്, പുഴുക്കൾ ഉണ്ടായിരുന്നു. ഹബീബായ തങ്ങൾക്കത് സുജൂദിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാ ഹബീബ് അവിടെ ദുആ ചെയ്തത്? ശത്രുക്കൾക്കെതിരെ അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിന് തടസ്സപ്പെടുത്തി എന്നതുകൊണ്ട് മാത്രം. അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, ഖുറൈശികളെ നീ പിടിക്കണേ റബ്ബേ. അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ, അബൂജഹലിനെ നീ പിടിക്കണേ. അല്ലാഹുമ്മ അലൈക ബി ഉത്ബത്ത് ബിൻ റബീഅ വശൈബത്ത് ബിൻ റബീഅ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. ഇദ്ദൂളി കൊണ്ടോ കളിയാക്കൽ കൊണ്ടോ മുഖാപമങ്ങാതെ യബങ്ങ സ്വത്വം, മണ്ണിൽ കുളിച്ചോ ഒരു ഗജം കണക്കെ മന്നം കടന്നാത്മഗ്രഹത്തിലെത്തി. ആ ഒട്ടകത്തിന്റെ കുടൽമാല വാരി എടുത്തു കൊടുത്താരാണ്? സയ്യിദത്തുന ഫാത്തിമത്തു സഹറ ബത്തൂൽ. 7 വയസ്സ് 8 വയസ്സാണ്. ജാരിയത്തുൻ, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു ചെറിയ പെൺകുട്ടി അങ്ങോട്ട് വന്നു. ആ ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെയും മുഖത്ത് നോക്കിയിട്ട്, മുഹമ്മദ് റസൂലുള്ളാഹിന്റെ കഴുത്തിലേക്ക് നിങ്ങൾ വാരിയിട്ടല്ലേ, എന്റെ ഉപ്പാന്റെ എന്നല്ല പറഞ്ഞത്. എന്നിട്ട് അത് ശുദ്ധിയാക്കി കൊടുത്തു. അതേപോലെ ഇദ്ദൂളി കൊണ്ടോ കളിയാക്കൽ കൊണ്ടോ മുഖാപമങ്ങാതെ യമങ്ങ് സ്വത്വം, മണ്ണിൽ കുളിച്ചോരു ഗജം കണക്കെ മന്നം കടന്നാത്മഗ്രഹത്തിലെത്തി. ഒരു ദിവസം മണ്ണിട് വാരിയിട്ടിട്ട് ഒന്നായിട്ട് മണ്ണിട്ടിരിക്കുകയാണ് റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക്. മണ്ണിൽ കുളിച്ച ഗജം കണക്ക്, ആനയെ പോലെ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന രംഗം വള്ളത്തോൾ പറയുന്നത്. ആമൂർധപാദം പൊടിമൺ പുരണ്ട, മൂർധാവ് മുതൽ
പാദം വരെ പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ടതി വെമ്പലോടെ താൻ താൻ കുളിപ്പിപ്പതിനായി മുതിർന്നു തണ്ണീർ കുടം കൊണ്ടഴലാണ്ട പുത്രി പിടിച്ചിരുത്തി ചെളിപോക്കവാനായി പകർന്ന കുംഭോദകമോടുകൂടെ താതന്റെ ഗാത്രങ്ങളിൽ ആപതിച്ചു കുമാരിയാൾ തൻ ചുടുകണ്ണീരും മാലാർന്നു കേഴും മകളെ തലോടിക്കൊണ്ടാശ്വസിപ്പിച്ചു സുശാന്തശീലൻ. അപ്പോഴും സുശാന്തശീലനാണ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുശാന്തശീലൻ, ആമൂർധപാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ടതി വെമ്പലോടെ താൻ താൻ കുളിപ്പിപ്പതിനായി മുതിർന്നു തണ്ണീർ കുടം കൊണ്ടഴലാണ്ട പുത്രി പിടിച്ചിരുത്തി ചെളിപോക്കവാനായി പകർന്ന കുംഭോദകമോടുകൂടെ താതന്റെ ഗാത്രങ്ങളിൽ ആപതിച്ചു കുമാരിയാൾ തൻ ചുടുകണ്ണീരും മാലാർന്നു കേഴും മകളെ തലോടിക്കൊണ്ടാശ്വസിപ്പിച്ചു സുശാന്തശീലൻ. നിന്നച്ഛനെ കാത്തരുളാതിരിക്കില്ല അല്ലാഹു പാരിൽ കരയായിക കുഞ്ഞ്. അങ്ങനെ അവസാനിക്കണം. ദുനിയാവിന്ന് പോകുന്ന സമയത്ത് ഹബീബ തന്നെ പറഞ്ഞു ഫാത്തിമ ബിൻ ലാ കർബ അല അബതികി ബഅദൽ യൗം. ഇന്ന് കുറച്ച് വേദന സഹിക്കേണ്ടി വരും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സഹിക്കുന്നതാണ്, ഉമ്മത്തിന് വേണ്ടി സഹിക്കുന്നതാണ്, എനിക്ക് വേണ്ടി സഹിക്കുന്നതല്ല. കാരണം ഇസ്രായേൽ അലി ഇസ്ലാമിനോട് ചോദിച്ചു വാങ്ങിക്കാണ്. നിന്നെ കാണാത്ത, ഞാൻ കാണാത്ത ഖിയാമത്ത് നാൾ വരെയുള്ള എന്റെ ഉമ്മത്തിലുള്ള മുഅ്മിനീങ്ങളുണ്ട്. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് മുഅ്മിനീങ്ങൾക്ക് വേദന ഇല്ലാതിരിക്കുന്നത്. ആ മുഹമ്മദ് റസൂലുള്ളാഹി വാങ്ങിയ ആളുകളുണ്ടെങ്കിൽ, എന്നെ കാണാത്ത ആളുകൾ ഖിയാമത്ത് നാളിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വാങ്ങിയവരുണ്ടെങ്കിൽ അവർക്ക് വേദന പാടില്ല. വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറ. അതിന് വേദന സഹിച്ചു വെച്ചിരിക്കണം അവിടെ. ആരാ ചോദിച്ചു വാങ്ങ? തന്റെ മോളെക്കുറിച്ച് പറഞ്ഞില്ല, ഭാര്യയെക്കുറിച്ച് പറഞ്ഞില്ല. എന്റെ ഉമ്മത്തിന് എന്റെ വേദന ഉണ്ടാകുമോ? ഇതുപോലുള്ളൊരു വേദന എന്റെ ഉമ്മത്തിന് ഉണ്ടാകുമോ? ഇസ്രായേൽ അലൈഹി ഇസ്ലാം പറയണം, ഈ ഡ്യൂട്ടി കിട്ടിയിട്ട് ഹബീബെ ഞാൻ ലോകത്ത് ഒരാളെ റൂഹ് ഇങ്ങനെ പിടിച്ചിട്ടില്ല, ഇത്ര നിർമ്മലായിട്ട്, ഇത്ര സുഖമായിട്ട്. ഇനിയൊട്ട് പിടിക്കൂല ഹബീബെ. അപ്പൊ അവർക്കൊക്കെ നല്ല വേദന ഉണ്ടാവുമോ? ആ രൂപം ചോദിക്കാണ്. മുഅ്മിനീങ്ങളുടെയാണെങ്കിൽ ഞാൻ വെണ്ണയിൽ നിന്ന് നൂല് വലിക്കുന്നത് പോലെ പിടിക്കും, അല്ലാത്തവരുടേത് നനഞ്ഞ പഞ്ഞി മുള്ളിൽ നിന്ന് വലിക്കുന്നത് പോലെ വലിക്കും. നനഞ്ഞ പഞ്ഞി മുള്ളിൽ കുടുങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ വലിക്കും. എന്നാ അവർക്കുള്ള ആ വേദനന്റെ ഒരു ഭാഗം എനിക്ക് തരണം എന്ന് ചോദിച്ചു പറഞ്ഞതാ. എന്നിട്ട് ഹബീബ് അവിടെ പറഞ്ഞു അവസാനം ലാ കർബ അല അബതികി ബഅദൽ യൗം. ഈ ഒരു വേദനയ്ക്ക് ശേഷം ഇനി വേദന ഇല്ല. ഒരുപാട് വേദന ഞാൻ ഉമ്മത്തിന് വേണ്ടി സഹിച്ചു, തായിഫിന്റെ മണ്ണിൽ സഹിച്ചു. തായിഫിൽ പോയാൽ കാണാം അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം പുരണ്ട ചുവന്ന നിറമുള്ള ഒരു കല്ല് ഇന്നും കാണാം. അതെന്തിനാ? എനിക്കും നിങ്ങൾക്കും മുഹമ്മദ് റസൂലുള്ള കിട്ടാൻ വേണ്ടി. അവിടെ നിന്നും ദുആ ചെയ്തത് അല്ലാഹുമ്മ ഗഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. എന്റെ ഉമ്മത്തിന് നീ പുറത്തു കൊടുക്കണേ, അവരറിയാത്തവരാണ്. അവരിൽ നിന്ന് അവരുടെ മക്കളുടെ മക്കളിൽ ഏതെങ്കിലും കാലത്തൊക്കെ ഈമാനുള്ളവരെ വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അവരെ നശിപ്പിക്കാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഹമ്മദ് റസൂലുള്ള ഉണ്ടെങ്കിൽ ഒരാളെ ശിക്ഷിക്കൂല. ബദരീങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത സഹായം ആ ഒരു മുഹമ്മദ് റസൂലുള്ളാഹിനെ കൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി. അങ്ങനെ മഹാന്മാരായ ബദരീങ്ങൾ അവർക്ക് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുക്കുക. റസൂലുള്ളാഹിന്റെ ദുആക്ക് ഉത്തരം കിട്ടി. അബൂജഹലും മുത്തുബത്തും ഷൈബത്തടക്കമുള്ള എല്ലാ ആളുകളെയും, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, നമ്മളെ ഹാഫിദ് ഉസ്താദ് ഖുർആൻ ഓതുപോലെ നല്ല ഖുർആൻ ഓതുന്ന മഹാനാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു. ദാറുദ്ദീനിൽ ഞങ്ങള് ചെറുതാകണ മുതൽ സ്റ്റേജിൽ സമ്മേളനത്തിന് കേൾക്കുന്ന ഒരു ദുആണ്. ഇപ്പൊ ഇന്നലെ എന്റെ അനുജൻ പറഞ്ഞു സമ്മേളനത്തിന് വന്നപ്പോ അന്ന് നിങ്ങൾ ദുആ ഓതിയ എനിക്ക് ഓർമ്മയുണ്ട്. ഇനി അടുത്തത് ഖിറാഅത്ത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ അപ്പൊ വരും. അപ്പോ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നീളം കുറഞ്ഞ സഹാബിയാണ്. ആര്? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരാ ഈ സമയത്ത് മക്കത്തെ ഹറമിൽ കഅബന്റെ അടുത്ത് അബൂജഹലും മുത്തുബത്തൊക്കെ ഇരിക്കുന്നുണ്ട്, അവരുടെ അടുത്ത് പോയിട്ട് ആരാ ഖുർആൻ ഓതുക? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഞാൻ പോകാം. അപ്പൊ ഒരു ചെറിയ സഹാബി, നിങ്ങളല്ല. അബൂജഹലിനെ കുറിച്ച് പറയുന്നുണ്ട്, തലയിൽ തലപ്പാവും മുഖത്തു താടി തുണിയോ ഞെരിയാണിക്കൊരൽപ്പം കേറി. എവിടേക്ക് വന്നത്? ബദർക്ക് വന്നതാണ്. ദീനിന് ഞെറി പാളിച്ചിടുന്ന മാന്യൻ ദുഷ്ടാപിശാചുകൾക്കിടയിൽ നിന്യൻ. എന്താ കെട്ടിക്കണേ? തലയിൽ തലപ്പാവും മുഖത്തു താടി തുണിയോ ഞെരിയാണിക്കൊരൽപ്പം കേറി. കുറേയാണ് കയറ്റലല്ല, മനസ്സുകൊണ്ട് ഉള്ളിലേക്ക് കയറി കിട്ടണം. ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ
ദീനിന് ഞെറി പാളിച്ചിടുന്ന മാന്യൻ, ദുഷ്ടപിശാചുകൾക്കിടയിൽ നിന്യൻ. അപ്പൊ ഇവന് വന്ന രംഗം പറയുന്നുണ്ട് ബദറിലേക്ക്. അപ്പോ അബൂജഹൽ ഉത്തബത്ത് അടക്കമുള്ള ആളുകളുടെ അടുത്തേക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കാൻ വേണ്ടിയാ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ഉടനെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ പോകാം റസൂലെ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ പോകണോ? ഇവര് പോയി. ഓരോരുത്തരും കൈകാര്യം ചെയ്തു. ചെവിക്കണ്ട് അടിച്ചിട്ട് ചെവിയിൽ നിന്ന് രക്തം വന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ ഹബീബിന്റെ അടുത്തേക്ക് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും കരഞ്ഞു. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ചിരിച്ചു എന്നാണ്. ബദറിലെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം യുദ്ധം അവസാനിക്കുന്ന സമയത്ത് ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ ഹബീബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യുദ്ധമൊക്കെ കഴിഞ്ഞു ഏകദേശം, എനിക്ക് നല്ല ധൈര്യവും സ്ഥൈര്യവും ആരോഗ്യം എന്നുള്ള ആൾക്കാരോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. പകുതി ജീവനായിട്ട് കിടക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോകാം. നമുക്കൊക്കെ പറ്റണേ തന്നെ ഉള്ളൂ. അങ്ങനെ മൂപ്പരിറങ്ങി. ഒരു നുരുമ്പിയ വാളാണുള്ളത്, അതിട്ട് പോയി. നോക്കുമ്പോ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കേണ്ട ആര്? അബൂജഹൽ. ജീവൻ പോയിട്ടില്ല. 2 കുട്ടികളാണ് മൂപ്പരെ വെട്ടിയത്, മുആദും മുഅവ്വിദ് റളിയല്ലാഹു അൻഹുമ. ചെറിയ പ്രായത്തിലുള്ള 2 സഹാബിമാര്. ഓല് യുദ്ധം തുടങ്ങുമ്പോ തന്നെ അമ്മി അതിന് അബൂജഹൽ എവിടെ? അബൂജഹൽ മുറിക്കറിയില്ല, പരിചയമല്ല. എന്തിനാ അങ്ങക്ക് അബൂജഹലിനെ? മൂപ്പരായിട്ട് യുദ്ധം ചെയ്യാനാ. ദ്വന്ദ്വയുദ്ധം കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടപ്പൊരിച്ചിൽ വരുമ്പോ ചോദിച്ചതാണ്. ദ്വന്ദ്വയുദ്ധമാണ് ആദ്യം നടക്കുക, സമയമില്ല ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ടുള്ള ശക്തമായ യുദ്ധം നടക്കുമ്പോ ചോദിക്കണം എവിടെ അബൂജഹൽ. ചെന്നിട്ടൊരു വെട്ടാണ്, അവിടെ വീണു. അധികം വെട്ടിയിട്ട് കാലിനെ കൈയിനായിട്ട് വെട്ടി കിട്ടി വീണു. മുമ്പർക്ക് എഴുന്നേൽക്കാനും കഴിയുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഓടുകയും ചെയ്തു. ആടിനെ കണ്ടിട്ട് ഓടിയെന്നാണ് അബൂജഹൽ അല്ല ശത്രുക്കളെ. പിന്നിൽ മലക്കുകൾ വന്നിട്ട് വെട്ടൽ തുടങ്ങിയപ്പോ എവിടുന്ന വെട്ടുന്ന് വരുന്നതെന്ന് അറിയുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഇവിടെ വെട്ടിക്കോളി. മലക്കുകൾ വെട്ടിയിട്ടുണ്ട് എന്നുള്ള ആളുകളെ അവരങ്ങനെ മനസ്സിലാക്കി നിന്നാണ്. ഈ വിരൽ തുമ്പുകളും പിന്നിൽ നിന്നും വെട്ട് വന്നപ്പോ ആളെ കാണിലൊക്കെ വെട്ട് കിട്ടുന്നെ. അപ്പൊ പിന്നെ ഓടൽ തുടങ്ങി. അങ്ങനെ മലന്റെ മുകളില് ആട്ടിടയനായ ഒരു സഹാബി കാണാണ് മൂപ്പര ആടിനെ കണ്ടിട്ട് ഓടണ്. ഇനി അതറ്റ വെട്ട് വന്നിരുത്തിയിട്ട് അൽമവാഹിബുൽ ലദുനിയയിൽ കാണാൻ ഈ സംഭവം. അതാണ് ബദരീങ്ങൾ. അങ്ങനെ യുദ്ധമൊക്കെ അവസാനിച്ച് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചെന്നപ്പോ അബൂജഹൽ ഇങ്ങനെ കിടക്കുകയാണ്. മൂപ്പര് നെഞ്ചത്തേക്കാണ് കയറിയിരുന്നു. അകത്തെ പള്ളിക്ക് ഈച്ച കടന്ന പോലെ കാരണം വലിയൊരു വിശാലായിട്ടുള്ള നല്ലൊരു മനുഷ്യനാണ്. നെഞ്ചത്തിരുന്നപ്പോഴും ഒന്നുമില്ല മൂപ്പര്. ആ കത്തി കൊണ്ട് അദ്ദേഹം ഇങ്ങനെ മുറിച്ചെടുക്കാൻ തുടങ്ങി. അപ്പൊ അബൂജഹൽ പറഞ്ഞു, മോൻ എന്റെ വാളുകൊണ്ടൊന്നും നടക്കൂല. എൻ്റെ അടുത്തൊരു വാളുണ്ട്, അത് ഉപകാരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാനൊന്ന് ശരിക്ക് കാണിച്ചു തരുന്നിൽ, ശരിക്ക് എൻ്റെ ശിരസ് കണ്ടോട്ടെ, കഴുത്തും കണ്ടോട്ടെ മുഹമ്മദ്. അതുകൊണ്ട് വറുത്തെടുത്തു. പിന്നെ ഈ തലെടുത്തിട്ട് അള്ളാന്റെ ഹബീബിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. അതിന് മൂപ്പർക്ക് പൊങ്ങണമില്ല. ബഹുമാനപ്പെട്ടവര് ചെവിക്കൊരു ഓട്ട ഉണ്ടാക്കി അതിലൊരു കയറ് കെട്ടിയിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും സ്വഹാബത്തും കൂട്ടച്ചിരി പുഞ്ചിരിച്ചു. പറഞ്ഞു, അന്ന് ഞാൻ ചിരിച്ചത് ഇതിനാണ്.